ഹായ് സ്റ്റുഡൻസ്, നമസ്കാരം. എല്ലാവർക്കും സ്റ്റുഡൻസ് കോർണറിലേക്ക് സ്വാഗതം. ടുഡേ വി വിൽ ഡിസ്കസ് അബൌട്ട് ദ ടോപ്പിക് ദാറ്റ് ഈസ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. +2 സോഷ്യോളജിയിലെ സ്റ്റുഡൻസ് കോർണറിൽ കഴിഞ്ഞ ക്ലാസ്സിൽ മാൽത്തൂസിയൻ പോപ്പുലേഷൻ തിയറിയെക്കുറിച്ച് വിവരിച്ചു. നോട്ട്സും ഉണ്ടായിരുന്നു. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. സോ നമുക്ക് നോക്കാം, വാട്ട് ഈസ് മെൻ ബൈ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. The demographic transition is the model that describes a population change over time. It is based on an interpretation begun in 1929 by the American demographer Warren Thompson of the observed changes of transitions in birth and death rates in industrialized societies over the past 200 years or so. ഇതിൽ പറയുന്നത് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അദ്ദേഹം പറയുന്നത്, അതായത് അമേരിക്കൻ ഡെമോഗ്രാഫർ ആയിട്ടുള്ള വാറൻ തോംസന്റെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഡസ്ട്രിയലൈസ്ഡ് സൊസൈറ്റിയിൽ അദ്ദേഹം നടത്തിയ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബർത്ത് റേറ്റിലും ഡെത്ത് റേറ്റിലും വരുന്ന ട്രാൻസിഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം 1929 ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൊണ്ടുവന്നു. അതായത് പോപ്പുലേഷനിൽ പല ഘട്ടങ്ങളായിട്ട് വരുന്ന ചേഞ്ചസ് ആണ് അതിൽ ഉദ്ദേശിക്കുന്നത്. തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ നോക്കാം. പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് ലിങ്ക്ഡ് ടു ഓവറാൾ ലെവൽസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് ദാറ്റ് എവറി സൊസൈറ്റി ഫോളോസ് എ ടിപ്പിക്കൽ പാറ്റേൺ ഓഫ് ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് പോപ്പുലേഷൻ ഗ്രോത്ത്. അല്ലേ? അതായത് ജനസംഖ്യാശാസ്ത്ര പരിവർത്തന സിദ്ധാന്ത പ്രകാരം ജനസംഖ്യാ വർധനവും സാമ്പത്തിക വികസനവും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തുന്നു എന്നുള്ളതാണ്. അല്ലേ? അതായത് അങ്ങനെ ജനസംഖ്യാ വളർച്ച അല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്തുമായിട്ട് എല്ലാ സമൂഹവും ഒരു ടിപ്പിക്കൽ ഗ്രോത്ത് ഓഫ് ഡെവലപ്മെൻ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. There are 3 basic phases of population growth. First one, primitive stage, underdeveloped countries like Africa. Second stage, developing countries, India, Pakistan. Stage of transition, countries are moving from underdeveloped to developed. Third stage, developed countries, that is USA, UK. Okay. അതിൽ പ്രിമിറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആണ്. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് മീൻസ് അവികസിത രാജ്യങ്ങൾ, അല്ലേ? സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. ഇന്ത്യ, പാകിസ്ഥാൻ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്പിംഗ് കൺട്രീസ് മീൻസ് അണ്ടർ ഡെവലപ്ഡ് ടു ഡെവലപ്ഡ്, അല്ലെങ്കിൽ അവികസിത രാജ്യങ്ങളിൽ നിന്ന് വികസനത്തിലേക്ക് മൂവ് ചെയ്യുന്ന രാജ്യങ്ങളാണ് ഏതിൽ ഉൾപ്പെടുക? സെക്കൻഡ് സ്റ്റേജിൽ, അല്ലേ? ഡെവലപ്പിംഗ് കൺട്രീസിൽ ഉൾപ്പെടുക. ദെൻ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡെവലപ്ഡ് കൺട്രീസ് ആണ്, അല്ലേ? വികസിത രാജ്യങ്ങളാണ്. USA, UK പോലുള്ള രാജ്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്നത്. നോക്കാം. സ്റ്റേജ് 1, ദാറ്റ് ഈസ് പ്രിമിറ്റീവ് സ്റ്റേജ്. Birth rate is high since people are unaware of advantages of having small families. They are not educated. Death rate is also high since health and medical facilities are not available. Therefore, population is low. അല്ലേ? അതായത് പ്രിമിറ്റീവ് സ്റ്റേജിൽ ആദ്യത്തെ ഘട്ടത്തിൽ സാങ്കേതിക വിദ്യയിൽ പിന്നോക്കം നിൽക്കുന്നതും അവികസിതവും ആയിട്ടുള്ള സമൂഹങ്ങളിൽ മരണനിരക്കും ജനനനിരക്കും വളരെ ഉയർന്നതാണെങ്കിലും ജനസംഖ്യാ വർധന നിരക്ക് കുറവാണ്. അല്ലേ? അതായത് ജനസംഖ്യയുടെ വർധനവിനെ കുറിച്ചോ അതുപോലെ തന്നെ ചെറിയ ഫാമിലിയെക്കുറിച്ചോ ബോധവാന്മാരല്ലാത്ത സമൂഹമാണ് പ്രിമിറ്റീവ് സ്റ്റേജിലുള്ളത്. കാരണം they are not educated. Death rate is also high since health and medical facilities are not available. ഡെത്ത് റേറ്റ് കൂടുതലാണ് കാരണം പ്രിമിറ്റീവ് സ്റ്റേജിൽ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസ് കുറവാണ്, അല്ലേ? അങ്ങനെയുള്ള സമൂഹങ്ങളിൽ പോപ്പുലേഷൻ ലോ ആയിരുന്നു എന്നുള്ളതാണ്. In stage 2, birth rate is high as we live in a patriarchal society where men decide how many children must be born and male child is preferred. Illiteracy and people are ignorant. Death rate is also low since health and medical facilities are available. Therefore, population is high and results in population explosion. Demographic dividend when the working population increases more than the non-working population. അതായത് സ്റ്റേജ് 2 പറയുന്നത് എന്താണ്? ബർത്ത് റേറ്റ് ഈസ് ഹൈ ആസ് വെൽ ആസ് ലിവിങ് ഇൻ എ പാട്രിയാർക്കൽ സൊസൈറ്റി. പാട്രിയാർക്കൽ സൊസൈറ്റി മീൻസ് പിതൃകേന്ദ്രീകൃത കുടുംബം
അല്ലെങ്കിൽ പിതൃകേന്ദ്രീകൃത സമൂഹം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്? മെൻ ഡിസൈഡഡ് ഹൗ മെനി ചിൽഡ്രൻ മസ്റ്റ് ബി ബോൺ ആൻഡ് മെയിൽ ചൈൽഡ് ഈസ് പ്രിഫേർഡ്. അല്ലേ, അതിൽ മെയിൽ ചൈൽഡിനാണ് കൂടുതലായിട്ടും പ്രിഫറൻസ് കൊടുക്കുന്നത്. അതേപോലെ സെക്കൻഡ് സ്റ്റേജിൽ ഇല്ലിറ്ററസി ഉണ്ടായിരുന്നു അല്ലേ, ഇല്ലിറ്ററസി ആൻഡ് പീപ്പിൾ ആർ ഇഗ്നോറൻറ്റ്. ദെൻ ഡെത്ത് റേറ്റ് ഈസ് ആൾസോ ലോ സിൻസ് ഹെൽത്ത് ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസ് ആർ അവൈലബിൾ. ഡെത്ത് റേറ്റ് കുറവായിരുന്നു കാരണം സെക്കൻഡ് സ്റ്റേജിൽ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരുന്നു എന്നുള്ളതാണ്. ദെർഫോർ പോപ്പുലേഷൻ ഈസ് ഹൈ അല്ലേ, അതായത് മരണനിരക്ക് സ്വാഭാവികമായിട്ടും കുറയുന്നതിനനുസരിച്ചിട്ട് ജനനനിരക്കുണ്ട്. അപ്പം അങ്ങനെ എന്തുണ്ടാവുന്നു? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ സംഭവിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നു. ദെൻ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് വെൻ ദ വർക്കിംഗ് പോപ്പുലേഷൻ ഇൻക്രീസസ് മോർ ദാൻ ദ നോൺ വർക്കിംഗ് പോപ്പുലേഷൻ. അതായത് നോൺ വർക്കിംഗ് പോപ്പുലേഷനേക്കാൾ കൂടുതൽ വർക്കിംഗ് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്താണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ടാകുന്നത്. സ്റ്റേജ് 3 തേർഡ് സ്റ്റേജ് നോക്കാം. ബർത്ത് റേറ്റ് ഈസ് ലോ, പീപ്പിൾ ആർ എഡ്യൂക്കേറ്റഡ് ആൻഡ് അവെയർ ആൻഡ് യൂസ് ഓഫ് കോൺട്രാസെപ്റ്റീവ്സ്, ബർത്ത് കൺട്രോൾ ഈസ് പോപ്പുലറൈസ്ഡ്. Death rate is also low because of availability of health and medical facilities. Therefore, population is low. Population explosion. When the birth rate of a country is high and the death rate is low because of availability of health facilities. Therefore, population is exploding, increasing. ഇതിൽ പറയുന്നത് തേർഡ് സ്റ്റേജിൽ ജനങ്ങൾ ബർത്ത് റേറ്റിനെ കുറിച്ചിട്ടും ഡെത്ത് റേറ്റിനെ കുറിച്ചിട്ടും ബോധവാന്മാരാണ് അല്ലേ. അതായത് ജനസംഖ്യയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അതിൽ ബർത്ത് റേറ്റ് ഈസ് ലോ, പീപ്പിൾ ആർ എഡ്യൂക്കേറ്റഡ് ആൻഡ് അവെയർ ആൻഡ് യൂസ് ഓഫ് കോൺട്രാസെപ്റ്റീവ്സ്, ബർത്ത് കൺട്രോൾ ഈസ് പോപ്പുലറൈസ്ഡ് അല്ലേ. അതായത് ബർത്ത് കൺട്രോൾ അങ്ങനെ ചെയ്യാൻ ജനങ്ങൾ നിർബന്ധിതരാകുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ അത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾസ് അതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നു എന്നുള്ളതാണ്. ഡെത്ത് റേറ്റ് ഈസ് ആൾസോ ലോ ബിക്കോസ് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസ്. അതേപോലെ തന്നെ ഡെത്ത് റേറ്റും കുറവാണ് കാരണം സ്റ്റേജ് 3 ആകുമ്പോഴേക്കും ഹെൽത്ത് ആൻഡ് മെഡിക്കൽ ഫെസിലിറ്റീസൊക്കെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ടാവും അല്ലേ. അതിൻ്റെ ഫലമായിട്ട് ഡെത്ത് റേറ്റും കുറവാണ്. ദെർഫോർ പോപ്പുലേഷൻ ഈസ് ലോ, അതുകൊണ്ട് പോപ്പുലേഷൻ കുറവാണ്. Then population explosion. Population explosion means when the birth rate of a country is high and the death rate is low. അല്ലേ, ബർത്ത് റേറ്റ് കൂടുതലും ഡെത്ത് റേറ്റ് കുറവും ആവുമ്പോഴാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നത്. ഇത്രയുമാണ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറിയിൽ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. താങ്ക്